മൈൻഡ്സ്കേപ്പിൽ നമ്മളോടൊപ്പമുള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ആക്ടറുമായ ദാസേട്ടൻ കോഴിക്കോടാണ്. ദാസേട്ടാ നമസ്കാരം. നമസ്കാരം. രേണുസുധിയെ ആദ്യമായിട്ട് റീലിലേക്ക് കൊണ്ടുവന്ന് വൈറലാക്കി എന്ന് പറഞ്ഞല്ലോ. സത്യത്തിൽ രേണുസുധിക്ക് ഓൾറെഡി ഒരു ഐഡന്റിറ്റി ഇല്ലേ? രേണുസുധി മൊബൈലില് ക്യാമറ ഉപയോഗിക്കാതെ വെറും മൊബൈലിൽ എടുക്കുന്ന വീഡിയോസ് എത്ര രേണുസുധി എടുത്താലും രേണുസുധി ലെവലിൽ എത്തൂല. 101% ഉറപ്പ്. സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാൻ പറ്റും. നെഗറ്റിവിറ്റി ഹൈപ്പ് കയറി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കയറി പിടിച്ച് ചെയ്യുന്ന കുറേ ആൾക്കാർ, ധാരാളം ആൾക്കാരുണ്ട്. ആ ഉണ്ട്, ജെൻസും ഉണ്ട്. ആ പേരൊന്നും എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെ. ഒരു ഉദാഹരണം പറയാം. ലോഹിദാസ് ആണ് മീര ജാസ്മിൻ എന്ന നടിയെ സിനിമയിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത്. മീര ജാസ്മിൻ പ്രശസ്തിയായി കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ചോദ്യം ചോദിക്കുന്ന അർത്ഥമുണ്ട്. അവർക്ക് വരാനൊരു ഘടകം ഉണ്ടാക്കി ലോഹിദാസിന്റെ സൂത്രധാരൻ സിനിമയിലാണ് അല്ലേ? അതുപോലെ എൻ്റെ ചാന്തുകുട്ട് എന്നുള്ള റീലിൽ ഞാൻ കോർഡിനേറ്റ് ചെയ്ത്, ഞാൻ ഡയറക്റ്റ് ചെയ്ത്, ഞാൻ അഭിനയിച്ച ചാന്തുകുട്ട് റീലിൽ കൂടിയാണ് രേണുസുധിക്ക് എൻട്രി വന്നത്. അവിടെ എന്തുകൊണ്ട് ആണും റൊമാൻസ് വരില്ല? പെണ്ണും ഇപ്പൊ ഞാൻ ലെസ്ബിയൻ അല്ല. ഞാൻ റീൽ ചെയ്യുമ്പോൾ ഞാനല്ല തീരുമാനിക്കുക. വെൽക്കം ടു മൈൻഡ്സ്കേപ്പ്. ഇറ്റ്സ് മീ ശാലിനി. ഇന്ന് മൈൻഡ്സ്കേപ്പിൽ നമ്മളോടൊപ്പമുള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ആക്ടറുമായ ദാസേട്ടൻ കോഴിക്കോടാണ്. ദാസേട്ടാ നമസ്കാരം. നമസ്കാരം ചെങ്കളെ. ദാസേട്ടാ എന്തൊക്കെയാ വിശേഷം? പുതിയ പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. സുഖമായിരിക്കുന്നു. ഒടിയങ്കം എന്ന് പറഞ്ഞ മൂവിയാണ് എൻ്റെ ഇനി ഇറങ്ങാനുള്ളത്. ഓണം കഴിഞ്ഞിട്ടാണ് ഇറങ്ങുക. അതിൽ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു വില്ലൻ കഥാപാത്രം എനിക്ക് കിട്ടിയത്. അപ്പം എൻ്റെ ഒരു കരിയറിന് ഒരു ബ്രേക്ക് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ 1-2 സിനിമകൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ. ദാസേട്ടൻ ഈ റീൽസിലൂടെയാണല്ലോ ദാസേട്ടൻ്റെ തുടക്കം. അപ്പം ഈ ഒരു സിനിമാ മോഹം തന്നെയാണോ റീൽസിലൂടെ ദാസേട്ടൻ തുടക്കം കുറിച്ചത്? ഒരിക്കലുമല്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു സിനിമ നടനാവണം എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ കുറേ ആളുകൾ എന്നെ അറിയപ്പെടണം എന്ന് അറിഞ്ഞുകൊണ്ട് വന്ന ഒരാളെ അല്ല. ഒരു നിമിത്തമായിട്ട് ഈ ഒരു ഇതിലേക്ക് വന്ന ആളാണ്. അതായത് ടിക്ടോക്ക് കൂടെ നിമിത്തമായി വന്നു. പിന്നെ അത് ആളുകൾ ഏറ്റെടുക്കാൻ തുടങ്ങി, എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരിക്കും. അങ്ങനെ വന്ന ഒരാളാണ്. അങ്ങനെ വന്നതാണ്. അതെ. അതുപോലെ ഈ പാലാ സജി, പുള്ളിയും ഈ ഒരു ടൈമിൽ തന്നെ വന്നിട്ടുള്ളതാണ്. പുള്ളിയായിട്ട് എങ്ങനെ പരിചയമുണ്ടോ? എങ്ങനെയാണ് പുള്ളിയായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ? അതെ. പാലാ സജിയേട്ടൻ എന്നെ ടിക്ടോക്ക് പോലെ എനിക്കറിയാം. അപ്പോൾ ടിക്ടോക്കിൽ എനിക്ക് തോന്നുന്നു ടിക്ടോക്കിലെ ഒരു ആദ്യ രാജാവ് ഫുക്രു പാലാ സജിയേട്ടൻ. അങ്ങനെ അപ്പം ഞാനൊന്ന് തുടങ്ങിയ സമയമാണ്. അങ്ങനെ ഈ 2 വ്യക്തികളെ ടിക്ടോക്ക് കൂടെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഈ 2 വ്യക്തികളെ. അങ്ങനെ ഈ ടിക്ടോക്ക് അടച്ചുപൂട്ടിയ ശേഷം ആണ് ഇൻസ്റ്റാഗ്രാം റീൽസ് എന്നൊരു സംവിധാനം ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത്. അതുവരെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അപൂർവമായി മാത്രമുള്ള സാധനമാണ്. അതായത് ബിസിനസ്സുകാർ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അതുപോലെ തന്നെ വലിയ വലിയ ജോലിക്കാർ, അവരൊക്കെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്പാണ് ഇൻസ്റ്റാഗ്രാം. പിന്നെ ടിക്ടോക്ക് കഴിഞ്ഞ ശേഷമാണ് റീൽസ് എന്ന് പറഞ്ഞ സംവിധാനം ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയത്. അപ്പോൾ ടിക്ടോക്ക് പൂട്ടിയ ശേഷം എല്ലാവരും അതിലേക്ക് കയറി. അതിനും പാലാ സജിയേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ ഈ മലബാർ മേഖലയിൽ ദാസേട്ടൻ കോഴിക്കോട്, അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് പാലാ സജിയേട്ടൻ, ഞങ്ങളൊരു വിഭാഗം ഉണ്ടായിരുന്നത് തുടക്കകാലത്താണ് പറയുന്നത് റീൽസിൽ. പിന്നെ കുറേ ആൾക്കാർ റീൽസിലേക്ക് പിന്നെ വന്നു. ഇപ്പോൾ പാലാ സജിയേട്ടൻ സജീവമായിട്ടൊന്നും ഇപ്പോൾ റീൽസ് ചെയ്യുന്നത് ഞാൻ കാണാറില്ല. പക്ഷെ ഞങ്ങൾ എപ്പോഴും നല്ല കോൺടാക്ട് ഉണ്ട്, വിളിക്കാറൊക്കെ ഉണ്ട്. അതുപോലെ അഞ്ജലി അമീറിന്റെ കൂടെ കുറെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കൂടെയൊക്കെ റീൽ ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ എന്താ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം? ട്രാൻസ്ജെൻഡേഴ്സിന്റെ കൂടെ റീൽ ചെയ്ത അപൂർവം ഒരാളായിരിക്കും ഞാൻ വിചാരിക്കുന്നു. എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഒരു വിഭാഗീയത ആരോടും ഇല്ല. അത് എല്ലാവരും എനിക്ക് ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അത് വലിയ ആൾക്കാർ, ഫോളോവേഴ്സ് കൂടിയ ആൾക്കാർ, ഫോളോവേഴ്സ് കുറഞ്ഞ ആൾക്കാർ, അങ്ങനെയൊന്നും ഇല്ല. നല്ല രീതിയിൽ അഭിനയിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് റീൽ ചെയ്യാൻ പോവാറുണ്ട്. അങ്ങനെ അഞ്ജലി, ദീപാറാണി, കാജലിന്റെ കൂടെ അങ്ങനെ റീൽ ചെയ്തു. ആ റീലൊക്കെ നല്ല സൂപ്പർ ഹിറ്റായി പോയി. എത്രത്തോളം ചെയ്തിട്ടുണ്ടോ? ഒരുപാട് റീൽ ചെയ്തിട്ടുണ്ട് അല്ലെ? ഒരുപാട് പെൺകുട്ടികളും പല അല്ലേ? എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ തന്നെ 2500ഓളം റീലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പോസ്റ്റുകളും ചെയ്തിട്ടുണ്ട്. റീൽ പ്ലസ് പോസ്റ്റ് ഉൾപ്പെടെ. ഇപ്പൊ ഇവരെയൊക്കെ സെലക്ട് ചെയ്യുന്ന എങ്ങനെ? സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടോ? അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാനദണ്ഡം അങ്ങനെയൊന്നും ഇല്ല. ഞാൻ റീൽ ചെയ്യുന്നത് ഫാമിലി ടൈപ്പ് റീൽ ചെയ്യാറുണ്ട്, റൊമാൻറ്റിക് റീൽ ചെയ്യാറുണ്ട്, ആക്ഷൻ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എല്ലാം സമ്മിശ്രമായി ചെയ്യുന്ന ഒരാളാണ്. അതിൽ റൊമാൻറ്റിക് റീലുകൾ മാത്രമാണ് പല ആൾക്കാരും എടുത്തു ചോദിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. ബാക്കി റീലുകൾ പോലെ തന്നെയാണ് റൊമാൻറ്റിക് റീലുകളും. പക്ഷെ ചെയ്യുന്ന റീൽസ് ഒക്കെ മനഃപൂർവ്വം എന്തോ വൈറൽ ആവാൻ വേണ്ടി കുറച്ച് അതിൽ എന്തൊക്കെയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു. അല്ല, അതായത് അത് കുട്ടി പറഞ്ഞത് ശരിയാണ്. അതായത് അവസാനം ഞാൻ കുറച്ച് ചെയ്ത റീലുകൾ കുറച്ച് വൈറൽ കണ്ടന്റിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്.
എന്ന് വെച്ച് ഉള്ള റീലുകൾ മൊത്തം വൈറലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. നല്ല നല്ല റീലുകൾ നല്ല അഭിനയ മുഹൂർത്തം വരുന്ന റീലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നും ആൾക്കാർക്കൊന്നും ചോദിക്കാനൊന്നുമില്ല. എന്തെങ്കിലും സാധനം വൈറലാക്കി അതിന്റെ മുകളിൽ കയറി പിടിക്കൂ. അത് നമ്മുടെ നാട്ടിലൊരു സംസ്കാരമാണ്, അത്രേ ഉള്ളൂ. ഇപ്പം രേണുസുതി അവരുടെ ബിഗ് ബോസിൽ വന്നു. അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഈ രേണുസുതി തന്നെ ഇപ്പം എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഞാനത് 2019 മുതൽ സോഷ്യൽ മീഡിയ റീലുകളും ടിക്ടോക്കും ചെയ്യാൻ തുടങ്ങിയ ആളാണ് ഞാൻ. എനിക്ക് എൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പം പല ആൾക്കാരും എന്നെ കാണുമ്പോൾ ചോദിക്കും രേണുസുതിനോട് റീൽ ചെയ്ത ആളല്ലേ എന്ന്. എനിക്കങ്ങനെ ചോദിക്കുമ്പോൾ സാധനം വിഷമം വരാറുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ഞാനാണ് രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിയെ, വീട്ടിൽ സെൽഫി രീതിയിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന രേണുസുതിയെ ഒരു വൈറൽ റീല് ഞാൻ പ്ലാൻ ചെയ്ത്, ഞാൻ വീഡിയോഗ്രാഫറെ വിളിച്ച് ഒരു റീല് വൈറലാക്കണം ഞാൻ ആഗ്രഹിച്ചു. പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് രേണുസുതിനെ കോൺടാക്ട് ചെയ്ത ആൾ ഞാനാണ്. ആ രേണുസുതി വരുമ്പോൾ എനിക്കറിയാം ഞാനും രേണുസുതിയും കൂടി ആ സംഗതി വൈറലാവുന്നത്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്ത റീലാണ് ചാന്തുപുട്ട് റീല്. അതിൽ അവരെ ക്ഷണിച്ചു, അവരെ ഞാൻ കൊണ്ടുവന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ രേണുസുതി എന്ന വ്യക്തിയെ ദാസേട്ടൻ വൈറലാക്കാൻ ആവശ്യമുണ്ടോ? സെലക്ട് ചെയ്യുന്നതിൽ ഒരു കാര്യമല്ലേ? തീർച്ചയായും. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ട് രേണുസുതി എന്ന വ്യക്തിയെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കേരളം കത്തണം. ഒരു റീല് വന്നു കഴിഞ്ഞാൽ ഒരു 1 മില്യൺ പോരാ. പക്ഷെ വേറൊരു കാര്യം, അത് ശരിയാണ്. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, രേണുസുതിയെ ആദ്യമായിട്ട് റീലിലേക്ക് കൊണ്ടുവന്ന് വൈറലാക്കി എന്ന് പറഞ്ഞല്ലോ. സത്യത്തിൽ രേണുസുതിക്ക് ഓൾറെഡി ഒരു ഐഡന്റിറ്റി ഇല്ലേ? പറയട്ടെ, സുധിയേട്ടന്റെ വൈഫാണ്. ഞാൻ പറഞ്ഞുതരാം അല്ലെ? അപ്പൊ എല്ലാവർക്കും സുധിയേട്ടന്റെ വൈഫ് എന്നുള്ള രീതിയിലാണ് ഈ രേണുസുതി മെയിൻ ആയിട്ട്. ഓൾറെഡി അവർക്കൊരു പേര് വന്നു കഴിഞ്ഞു, അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. പിന്നെ ദാസേട്ടൻ അത് കണ്ടിട്ട് ശരിക്കും അവരെ യൂട്ടിലൈസ് ചെയ്തതല്ലേ? ഞാൻ പറയട്ടെ, അതായത് രേണുസുതി കൊല്ലം സുധീനെ എനിക്ക് പരിചയമില്ല, പുള്ളി നേരിട്ട് അതിനെ കണ്ടിട്ടില്ല. അപ്പൊ രേണുസുതി അതിനുശേഷം കൊല്ലം സുധീൻ്റെ ഫോട്ടോ വെച്ചിട്ട് റീൽസ് ചെയ്യുന്ന കുറെ കണ്ടിട്ടുണ്ട്. സെൽഫി മുകളിൽ ചെയ്യും, ഇങ്ങനെ എൻ്റെ സുചേട്ടനെ ചെയ്യാൻ കാണാറുണ്ട്. അപ്പം സ്വാഭാവികമായ രീതിയിൽ ഒരു നല്ലൊരു റീല് നമ്മൾ വൈറലാക്കണം. റീൽ നല്ല രീതിയിൽ റീൽ വൈറലാവാൻ റീല് വേണമെങ്കിൽ തീർച്ചയായും അതിൻ്റെ നമ്മളെ പാർട്ട്ണർ അത്യാവശ്യം ഒരു വൈറലാവാൻ സാധ്യതയുള്ള ഒരാൾ വേണം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് രേണുസുധീനെ എനിക്ക് ആദ്യം പരിചയമുണ്ട്. അതായത് സോഷ്യൽ മീഡിയ കൂടെ നമ്മൾ പരിചയം, നേരിട്ട് കണ്ടില്ല. അങ്ങനെ മെസ്സേജ് അയച്ചു രേണുസുധിക്ക്, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ കൂടെ റീൽസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ആ താല്പര്യമുണ്ട് ചേട്ടാ, ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ആലോചിക്കണം. ഞാൻ പറയട്ടെ അതിലേക്കാണ് വരുന്നത്. ഒന്നുകൂടി ആലോചിക്കണം. അപ്പൊ ആലോചിക്കാതെ എൻ്റെ കൂടെ റീൽസ് ചെയ്ത ചില സമയത്ത് എന്തെങ്കിലും മോശം ആൾക്കാർ പറയും. ഞാൻ പറയട്ടെ അപ്പൊ ഞാൻ ചെയ്ത റീല് കുറച്ചുകൂടി വൈറലാവാൻ, ഞാൻ പറയട്ടെ, അതിലേക്ക് വരട്ടെ. എൻ്റെ റീല് വൈറലായ പോരാ, അത് കേരളം മൊത്തം നല്ല രീതിയിൽ അറിയപ്പെടുന്ന റീലാണെന്ന് നിർബന്ധ ബുദ്ധിയോട് കൂടി തന്നെയാണ് രേണുസുധിനെ കോൺടാക്ട് ചെയ്തത്. അപ്പം ഒരിക്കലും ഗോഡ് ഫാദർ ആവാൻ ശ്രമിക്കരുത്. രേണുസുധിയെ പറയട്ടെ, രേണുസുധിനെ ഞാൻ കൊണ്ടുവന്നത് സിനിമാറ്റിക് റീലിലൂടെ കൊണ്ടുവന്ന ആളെയാണ്. അപ്പൊ രേണുസുധിക്ക് മൈലേജ് വന്നില്ല അവിടെ വന്നു. ഞാൻ പറയട്ടെ, രേണുസുധി മൊബൈലില് ക്യാമറ ഉപയോഗിക്കാതെ വെറും മൊബൈലിൽ എടുക്കുന്ന വീഡിയോസ് എത്ര രേണുസുധി എടുത്താലും രേണുസുധി ലെവലിൽ എത്തൂല. 101% ഉറപ്പ്. രേണുസുധി സാധാരണ രീതിയിൽ അവളെ മൊബൈലിൽ എടുത്ത് സുധിച്ചേട്ടൻ്റെ ഭാര്യയാണ് ഞാൻ എന്ന് പറഞ്ഞ് മൊബൈൽ സാധാരണ വീഡിയോ എടുത്ത് ഒരിക്കലും രേണുസുധിക്ക് ഈ രീതിയിൽ എത്തില്ല. കാരണം ഫെബ്രുവരി 19 ഞങ്ങളെ ചാന്തുപുട്ടത്തിന് റീൽസ് ഇറങ്ങിയത്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 6 മാസം കൊണ്ട് നമ്മളെ ഇന്ത്യയിലെ, എനിക്ക് തോന്നുന്നു ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു നമ്മളെ ഗെയിമായ ബിഗ് ബോസിൽ രേണുസുധി വരണമെങ്കിൽ അത് എന്നിലൂടെ എനിക്ക് അവരെ അതിലേക്ക് എത്തിക്കാൻ സഹായിച്ചൊരു വിശ്വാസം എനിക്കുണ്ട്. ദാസേട്ടാ, ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇത്രയാണ്, ഈ ഒരു റീല് കൊണ്ട് രേണുസുധിക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. തീർച്ചയായും. അതിനോടൊപ്പം തന്നെ രേണുസുധി എന്ന വ്യക്തിയെ കൊണ്ട് ദാസേട്ടനും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ രേണുസുധി, ഞാൻ നിമിത്തമാണ് രേണുസുധി അതിലേക്ക് വന്നത്. അത് നിഷേധിക്കാൻ പറ്റുമോ? അത് നിഷേധിക്കുന്നില്ല. ഒരു ഉദാഹരണം പറയാം. ലോഹിദാസ് ആണ് മീരാ ജാസ്മിൻ എന്ന നടിയെ സിനിമയിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത്. മീരാ ജാസ്മിൻ പ്രശസ്തിയായി കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ചോദ്യം ചോദിക്കുന്ന അർത്ഥമുണ്ടോ? അവർക്ക് വരാനൊരു ഘടകം ഉണ്ടാക്കി ലോഹിദാസിന്റെ സൂത്രധാരൻ സിനിമയിലാണ്, അല്ലേ?
അതുപോലെ എന്റെ ചാന്തുകുട്ട് എന്നുള്ള റീലിൽ ഞാൻ കോർഡിനേറ്റ് ചെയ്ത്, ഞാൻ ഡയറക്ട് ചെയ്ത്, ഞാൻ അഭിനയിച്ച ചാന്തുകുട്ട് റീലിൽ കൂടിയാണ് രേണുസുധിക്ക് എൻട്രി വന്നത് അവിടെ. അല്ല, വ്യക്തിയുണ്ട്. മീര ജാസ്മിൻ എന്ന വ്യക്തിക്ക് യാതൊരു ഐഡന്റിറ്റി ഇല്ല. അത് ഏതോ ഒരു പെൺകുട്ടി, അത്രേ ഉള്ളൂ. അത് പക്ഷെ രേണുസുധി അങ്ങനെ ഒരിക്കലല്ല. രേണുസുധി കൊല്ലം സുധീന്റെ ഭാര്യയാണ്. രേണുസുധി എന്നുള്ള ഐഡന്റിറ്റി മാത്രമേ അവക്കുള്ളൂ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഐഡന്റിറ്റി ഞാനും പറഞ്ഞു വരുന്നത്. അത് എത്ര ആൾക്കാരെ എത്ര കലാകാരന്മാര് വൈറലായ വീഡിയോ സാധാരണ ഒരു പെൺകുട്ടിയെ വെച്ചിട്ടാണെങ്കിൽ ഓക്കെ. ആര് പറഞ്ഞു? ഈ രേണു സാധാരണ പെൺകുട്ടിയെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ എത്രത്തോളം വൈറലായില്ലെങ്കിൽ വൈറലാകും. എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്റിമസി സീൻ ചെയ്യുന്ന ആദ്യ ഒരു റീൽസ് കൂടിയാണ് അത് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യണം. രേണുസുധീനെ അടുത്തേക്ക് വിളിച്ച് കൈ ചുറ്റി മരം ചുറ്റി നടന്ന ഈ റീൽ ഒരിക്കലും റീച്ച് ആവില്ല. ഈ റീൽ ഒരിക്കലും റീച്ച് ആവില്ല. തോന്നുന്നുണ്ട് അങ്ങനെ? ഞാൻ രേണുസുധീന്റെ മൊബൈലിൽ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും റീച്ച് ആവില്ല. നേരെ മറിച്ച് ആ വീഡിയോന്റെ രേണുസുധി അഭിനയിക്കുന്ന ഘടകം മാത്രമല്ല, ആ റീല് കണ്ടിരുന്നോ? ആ റീലിന്റെ സിനിമാറ്റിക് സ്റ്റൈൽ ഓഫ് ആ റീലും അതുപോലെ തന്നെ അതിന്റെ രംഗങ്ങളും ഒക്കെ അടിപൊളി ആയത് കൊണ്ട് മാത്രമാണ് വേറെ ഒരാളെ ഘടകം കൊണ്ട്. കഴിവിനെ കുറിച്ചൊന്നും പറയാനില്ല. അവർക്ക് കഴിവില്ലേ? കഴിവില്ലാത്ത ആളെ വിളിക്കോ? അപ്പൊ കഴിവ് മാത്രല്ല, രേണുസുധിക്ക് ഓൾറെഡി സുധിയേട്ടന്റെ ഐഡന്റിറ്റി. രേണുസുധിക്ക് അങ്ങനെ എത്ര കലാകാരന്മാര് മരിച്ചിട്ട് ഉള്ള ആൾക്കാർ, ഞാൻ ആരും വിളിക്കാതെ രേണുസുധിനെ മാത്രം വിളിക്കാൻ കാരണം എന്താ പറയൂ? അതിന് ചോദിക്കുന്ന അർത്ഥമില്ല. എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട്. കൊല്ലം സുധീന്റെ ഭാര്യ രേണുസുധിനെ അറിയില്ലാതെ പറയുന്നില്ല. അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലോ. അറിയപ്പെടുന്ന ഇത്ര കണ്ട് അറിയപ്പെട്ടില്ല. അത് കൂടുതൽ അറിയപ്പെടാൻ കാരണം ഞാനായി എന്നാ പറയുന്നത്. അത് ഒരിക്കലും നിഷേധിക്കാൻ പറ്റും. അതന്നെ ഞാൻ പറഞ്ഞത്. രേണുസുധി കൊല്ലം സുധീന്റെ, ഞാൻ ഇൻട്രക്ഷൻ തന്നെ പറഞ്ഞല്ലോ, സുധിച്ചേട്ടന്റെ ഭാര്യയായ രേണുസുധി തന്നെയാ പറഞ്ഞത് അല്ലെ. അവർ അറിയപ്പെടുന്ന ചെറിയൊരു നിലവാരത്തിൽ നിന്ന് എന്റെ റീലിൽ കൂടെ അവർ അറിയപ്പെടുന്ന ആളായി മാറി. ഞാനും കൂടുതൽ അറിയപ്പെട്ടു. ഇല്ലാതെ പറയുന്നില്ല. ഞാനും കൂടുതൽ അറിയപ്പെട്ടു. അത് സംഭവിച്ചുള്ള സത്യമാണത്. അതിന് പ്രതിത്വം എനിക്ക് ഒരിക്കലും വേണ്ട. അയാൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ റിയൽ ആയിട്ടുള്ള കാര്യം റിയൽ ആയിട്ട് ആൾക്കാർ മനസ്സിലാക്കണം. അതാണ് പറഞ്ഞത്. ഇപ്പം ബിഗ് ബോസില് ഒരു ചെറിയൊരു വിഷയം ഉണ്ടായല്ലോ. അതായത് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു, അക്ബർ വിളിച്ചു. അപ്പൊ ആ ഒരു വിഷയത്തില് എന്താ പറയാറുള്ളത്? എന്തെങ്കിലും ഇപ്പം ആ സ്ഥാനത്ത് ദാസേട്ടനായിരുന്നെങ്കിൽ എന്ത് പേരാണ് നിർദ്ദേശിക്കുക? അങ്ങനെ വിളിക്കുമല്ല, എന്ത് പേരാണ്? ഞാൻ ഏത് ബിഗ് ബോസിലല്ല, എവിടെ ഏത് മേഖലയിൽ ഞാനിപ്പം പോയി കഴിഞ്ഞാൽ ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ്. ഞാൻ ഒരാളെയും അങ്ങനെ ആ രീതിയിൽ വിളിക്കാതെ അവന് വിവരമില്ലാത്തതുകൊണ്ട് വിളിച്ചത് അക്ബർ. മനസ്സിലായില്ലേ? അക്ബർ എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ അറിയുന്നില്ല. ഞാൻ ബിഗ് ബോസ് വന്ന ശേഷമാണ് അറിയുന്നത്. അത് ബിഗ് ബോസ് ഇപ്പോൾ കയറിയ ഒരു ആൾക്കാരിൽ ഒരു 5-6 ആൾക്കാരായിട്ട് എനിക്ക് നേരിട്ട് പരിചയമുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ വന്ന ശേഷം അറിയാൻ കഴിഞ്ഞു കേട്ടോ. കാരണം അയാളെ കുറച്ച് കാണിക്കല്ല, ഞാൻ അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ വിളിക്കാൻ പാടില്ല. അത് ഏറ്റവും ഡീപ്പസ്റ്റ് രീതിയിലുള്ളൊരു ബോഡി ഷെയ്മാണ് സംഭവിച്ചത്. എന്തെങ്കിലും ഒരു പേര് എന്തായാലും വിളിക്കണമായിരുന്നല്ലോ. രേണുസുധീനെ എത്ര ആൾക്കാർ നല്ല രീതിയിൽ വിളിക്കുന്നുണ്ട്. അത് ഞാൻ വിളിക്കുന്ന ആരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പോയില്ലല്ലോ. ഞാൻ എന്റെ ബിഗ് ബോസിൽ വിളിച്ചാ പോവോ? ബിഗ് ബോസ് വിളിക്കാൻ പോകുമ്പോൾ സംശയം എന്താണ്? അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിലോ ഇതുപോലെ അത് ഞാൻ ആ സമയത്തോടെ പറയും. ഇപ്പൊ എനിക്ക് പറയാൻ കഴിയില്ല, അങ്ങനെ പറയാ. പക്ഷെ രേണുസുധീനെ സംബന്ധിച്ച് ഏറ്റവും ഡീപ്പസ്റ്റ് രീതിയിലുള്ള അവഹേളനം അവിടെ നടന്നത്. സെപ്റ്റിക് ടാങ്ക് അതിന് താഴെ ഒന്നുമില്ല. ഭയങ്കര മോശമാണത്. പറഞ്ഞ ശരി. അപ്പം അത് ചെയ്തത് എന്തായാലും ശരിയുള്ള നിലപാടാണ്. പക്ഷെ രേണുസുധിനെ സംബന്ധിച്ച് പുറത്ത് ധാരാളം നെഗറ്റിവിറ്റി കിട്ടിയ ഒരാളാണ്. പല്ലിന്ന് വിളിച്ചോളാം അധിക്ഷേപിച്ച ആൾക്കാർ. ഉപ്പിലിട്ട പല്ലി അല്ലേ, ഓന്ത് മറയോന്ന്, അങ്ങനെയൊക്കെ അധിക്ഷേപം കിട്ടിയ രേണുസുധിക്ക് സംബന്ധിച്ച് ഇത് കേൾക്കുന്ന സമയത്ത് ഒക്കെ കുറെ കേട്ടതാണ് അവള്. അതിനെക്കൊണ്ട് നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അധികം പൊട്ടിത്തെറിക്കാത്തത് രേണുസുധി. അവ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അവളെ മോഹഭാവം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ കുറെ അവഹേളനം നേരി വന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇതും സഹിക്കബിൾ ആണെന്നുള്ളത് രേണുസുധി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് വിളിച്ചാൽ ശരിയായില്ല. അതൊരിക്കലും അംഗീകരിക്കില്ല. ബെസ്റ്റ് ഗെയിമർ ആരായിട്ടാ തോന്നുന്നത് ബിഗ് ബോസിൽ? അനീഷ്. അനീഷ് എനിക്ക് പരിചയമില്ല. ഞാൻ പറഞ്ഞു അക്ബർ പോലെ തന്നെ അനീഷ് എനിക്ക് പരിചയം. പക്ഷെ അനീഷ് നല്ലൊരു ഗെയിമറാണ്. അനീഷിനെ ഫസ്റ്റ് തന്നെ നോട്ട് ചെയ്തത് അനുമോൾ വന്ന സമയത്ത് അനീഷ് പറഞ്ഞ കേട്ടോ. എന്താ പറഞ്ഞത്? TV കാണുന്ന അത്ര കാണാൻ ഭംഗിയില്ല അനുമോളെ കാണാണെന്ന്. കേട്ടില്ല? അനുമോൾ ഫസ്റ്റ് എൻട്രി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്ന സമയത്ത് അനീഷിനെ കണ്ട അനീഷ് അത്ര ഭംഗിയില്ല. അപ്പൊ തന്നെ അനീഷിനെ നോട്ട് ചെയ്തിട്ടുണ്ട്. അയാൾ നല്ലൊരു ഗെയിമറാണ്. അനീഷ് നല്ലൊരു ഗെയിമറാണ്. നിശബ്ദനായ ഗെയിമറാ. ആള് ഭയങ്കര നിശബ്ദ, ആരോ കൂടെ കൂടൂല. പക്ഷെ അയാൾ എല്ലാരും വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ആസ് എ ഗെയിമർ എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ രേണുസുധി അല്ലെങ്കിൽ മുന്നോട്ട് പോകണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കൂടെ വന്ന ഒരാളാണല്ലോ, അത് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നല്ലൊരു ഗെയിമർ അനീഷാണ്. ശരിക്കും ഈ റീല് ഒരുപാട് ഞാൻ നേരെ തിരിച്ച് അതിലേക്ക് തന്നെ വരികയാണ്. ആ ചാന്തുപൊട്ട് പിന്നെ അതിലേക്ക് തന്നെ വരികയാണ്. ഒരുപാട് ഗോസിപ്പും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഇതാണ്. ഒരിക്കലും ശരിക്കും വൈറലാവാൻ വേണ്ടി ഒരിക്കലല്ല ഞാൻ എന്തും ചെയ്യാം എന്നുള്ള എന്താണ് ആ റീലിൽ എന്താ ചെയ്തത്?
ആ റീൽ കണ്ടിട്ടുണ്ടോ? അതിലെന്താ ആ റീല് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണുള്ളത് ആ റീല് പറ. ചാന്തുകൊട്ട് നല്ല സിനിമയിൽ ദിലീപേട്ടനും ഗോപിക ആ പാട്ട് സീൽ അഭിനയിച്ച് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിൽ ദിലീപേട്ടന്റെ വീട്ടിലെ ഗോപികന്റെ വീട്ടിൽ എന്താ പ്രശ്നമുണ്ടോ? എന്തെങ്കിലും വിഷയമുണ്ടോ? ഇല്ല. പിന്നെ അതില്ലാത്ത വിഷയം ബാക്കിയുള്ള ആൾക്കാർക്ക് എന്താ? ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരുന്നു, ഞാൻ അവളെ നോക്കുന്നു, ഞങ്ങൾ കടലിൽ ഇങ്ങനെ തിരയിൽ ഇങ്ങനെ മറങ്ങി വരുന്നു, ഓരോ കോൾ ഷോട്ടുകൾ എടുക്കുന്നു. അതിനെന്താ മോശക്കേട്ടുള്ളത്? സിനിമയാണ് ആരും പറയൂ. സിനിമ കാണാൻ തിയേറ്ററിൽ പോയി ചാന്തുപെട്ട് കൊണ്ട് കൈയടിച്ച് വന്ന ആൾക്കാർ പറയാം, അയ്യ ദിലീപേട്ടൻ്റെ ഗോപിക്കും ഭയങ്കര മോശമായിപ്പെട്ട, എന്താ വിചാരിക്കുക ദിലീപേട്ടൻ്റെ വീട്, എന്താ വിചാരിക്കുക ഗോപിക്കാൻ, ആരും പറയില്ല. അത് സിനിമയാണ്. എന്താ റീൽ എന്തെങ്കിലും അങ്ങനെ കണ്ടാ എന്താ? ക്യാമറ വെച്ച് ഡ്രോൺ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത സാധനം, അത് നിസ്സാര സാധനം അല്ലത്. ഇത് ഫോൺ ചെരിച്ചു പിടിക്കണം, എന്നാലാ കാണുന്നത്. എനിക്ക് തോന്നിയ ദാസേട്ടൻ മനഃപൂർവ്വം ഇത്തരത്തിലുള്ള വീഡിയോകൾ തന്നെ ക്രിയേറ്റ് ചെയ്യാണ്, വൈറലാവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ക്രിയേറ്റ് ചെയ്യാണെന്ന് ഞാൻ എടുത്തു പറഞ്ഞാൽ അതിനെ ചാന്തുപൊട്ട് റീല് വൈറലാവാൻ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അത് മാത്രം. ബാക്കിയുള്ള റീലൊന്നും വൈറലാവാൻ ക്രിയേറ്റ് ചെയ്തതല്ല. ബാക്കി ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അതിന്റെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടു. ചാന്തുപൊട്ട് വൈറലാവാൻ ക്രിയേറ്റ് ചെയ്ത റീലാണ്, അത് സംശയമില്ല. 100% സമ്മതിക്കുന്നു. അത് ഇങ്ങനെ ചെയ്താൽ തന്നെയാണ്. ഇങ്ങനെ ചെയ്താൽ മീൻസ് ഞാൻ അവിടെ ഞങ്ങളൊരു സിനിമയിലെ സീന് റീക്രിയേറ്റ് ചെയ്തതാണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സിനിമയിലെ സീന് റീക്രിയേറ്റ് ചെയ്തതാ, അല്ലാതെ സാധാരണ നടനും നടിയും നടന്നു പോകുന്ന പാട്ട് വെച്ച് ഞങ്ങള് മിങ്കിളായിട്ട് അഭിനയിച്ചല്ല. സിനിമയിലെ റീല് ദിലീപേട്ടനും ഗോപിയും ചെയ്ത് അതേ സാധനം ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്ത, അത്രത്തോളം ഇതിൽ വന്നിട്ടില്ല. അപ്പൊ അതിന് സിനിമ റീക്രിയേഷൻ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതായത് വൈറലാവാൻ വേണ്ടി ഇന്റിമസി ചെയ്തെന്നാണ് ഒരിക്കലും പറയാൻ കഴിയില്ല. സിനിമ റീക്രിയേഷൻ ആണ് നടന്നത് അല്ലേ? പക്ഷെ തെരഞ്ഞെടുത്തത് അതിനിപ്പോ അവിടെ ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്, ക്യാമറമാൻ ഓക്കെയാണ്, എല്ലാവരും ഓക്കെ. ആർക്കാ പ്രോബ്ലം? ജനങ്ങൾക്ക് എന്താ പ്രോബ്ലം? എന്താ ഉള്ളത്? ഒന്നുമില്ല. എന്റെ വീട്ടിലൊരു പ്രശ്നമില്ല. ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നു, രേണു സന്തോഷമായി ജീവിക്കുന്നു, ക്യാമറമാൻ സന്തോഷമായി ജീവിക്കുന്നു. ആർക്കാ പ്രശ്നം? ഒരുപാട് പെൺകുട്ടികൾ ചെയ്തല്ലോ ഇങ്ങനെ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്തല്ലോ. ഇവരൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? എങ്ങനെ കിട്ടുന്ന ഇത്രയും നടികളൊക്കെ? നടികൾ എന്ന് പറയാൻ പറ്റില്ല. അല്ല, എന്റെ ഫ്രണ്ട്സ് കുറെ ആൾക്കാരുണ്ട്. ഫ്രണ്ട്സ് പിന്നെ ഞങ്ങൾ പറഞ്ഞ കുറെ ഫ്രണ്ട്സ് കുറെ ആൾക്കാരുണ്ട്. ഇന്ന റീല് ചെയ്യാൻ എന്തായാലും ഒരു റൊമാൻസ് ചെയ്യണേ ആണും പെണ്ണും ചെയ്യാൻ കഴിയില്ലല്ലോ. ആണും പെണ്ണും തന്നെ റൊമാൻസ് ചെയ്യണം. അങ്ങനെ നമ്മളെ നാട്ടിൽ കോഴിക്കോട് തന്നെ കുറെ കുട്ടികൾ എന്നോട് ചെയ്തത്. അവരൊക്കെ എനിക്ക് മെസ്സേജ് ദാസേട്ടാ നമുക്ക് റീൽസ് ചെയ്യാം. അവള് രാവിലെ വരും, അവരൊക്കെ അവരച്ഛനോ അമ്മയോ അവരാങ്ങളെ കൂടെ അവർ രാവിലെ വരും, ക്യാമറമാനായിട്ട് ഞാൻ പോകും, നമ്മൾ ഒരുമിച്ച് വൈകുന്നേരം ആകുമ്പോൾ റീൽസ് ചെയ്യും. അവർ വഹിക്കുമ്പോൾ ഞാൻ എൻ്റെ വഹിക്കും വരും. അതാണ് സംഗതി. ചോറും ചായയൊക്കെ ഞാൻ വാങ്ങി കൊടുക്കും. നമ്മളെ കോഴിക്കോട്ടുകാർ സ്നേഹമാണല്ലോ. ആര് വന്നാലും നമ്മള് ആർക്ക് അവർക്കോ ഒന്നുമില്ല, സാമ്പത്തിക ഇടപാടൊന്നുമില്ല. ഒക്കെ കൊളാബ് ചെയ്തില്ല. അവരെ അക്കൗണ്ടിലും കാണാം, ക്യാമറമാൻ്റെ അക്കൗണ്ടിലും കാണാം, എൻ്റെ അക്കൗണ്ടിലും കാണാം. അതാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. ഇത് ചായയും ചോറും കഴിച്ച് ഞങ്ങൾ പറ്റി വൈകുന്നേരം ആകുമ്പോൾ. എന്തുകൊണ്ട് ആണും റൊമാൻസ് വരില്ല, പെണ്ണും ഇപ്പൊ? ഞാൻ ലെസ്ബിയൻ അല്ല. ഞാൻ റീല് ചെയ്യുമ്പോ ഞാനല്ല തീരുമാനിക്കുക. ഞാനൊരു സ്വവർഗഭോഗിയല്ല, മനസ്സിലായില്ലേ? പിന്നെന്താ, പിന്നെ ആളും പെണ്ണു നല്ല റൊമാൻസ് ആണ് ഞാൻ എപ്പോഴും കാണാറ്, സിനിമയാണെങ്കിലും പിന്നെന്താ. അത് ഞാൻ അറിഞ്ഞു ഇങ്ങനെ ഇതില് വന്ന ആൾക്കാർ. അതൊന്നും അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിൽ 6 പേരെ നേരിട്ട് അറിയുന്ന ആൾക്കാരുള്ളൂ. എണ്ണി പറയുകയാണെങ്കിൽ അനുമോൾ അറിയാം, രേണുസുദ്ദീൻ അറിയാം, പിന്നെ നമ്മളെ ഷാനവാസിന് അറിയാം. ഈ നൂറേനൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. അതിനുള്ള ബിഗ് ബോസിന്റെ അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ വേറെ ആൾക്കാർക്ക് പരിചയമില്ല. അപ്പൊ അതിന്റെ ആഭ്യന്തര വിഷയത്തിലേക്ക് ഞാൻ കിടക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ അതൊക്കെ ഭയങ്കര വിവാദമായ വിഷയങ്ങളാണ്. ഇവരെ കുടുംബക്കാരൊക്കെ 2 പേര് 2 ചേരിയിലുള്ള വിഷയങ്ങൾ, അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ ഓരോ സഹജീവികൾക്കും അവനവന്റെ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ഏത് രീതിയിൽ അവർ ജീവിച്ചോട്ടെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അത്രേ ഉള്ളൂ. ഈ റീൽസ് ഒക്കെ ചെയ്യുമ്പോഴേ ഈ ഡാൻസ് ഒക്കെ നന്നായിട്ട് വഴങ്ങുന്ന പോലെ തോന്നി. ഇതിനു വേണ്ടി എന്തെങ്കിലും കൊറിയോഗ്രാഫി ചെയ്യേ? ഒന്നുമില്ല മോളെ. എന്നോട് കുറെ ആൾക്കാർ ഏറ്റവും കൂടുതൽ എനിക്ക് നെഗറ്റീവ് കമന്റ് കിട്ടിയത് അതിൻ്റെ അകത്താണ്. ഡാൻസ് പിന്നെ എന്താ വെച്ചാൽ എൻ്റെ കൂടെ ചെയ്യുന്ന ആക്ട്രസോ ആരെങ്കിലും നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുന്ന ആളായിരിക്കും. ഞാനത് പണ്ട് മുതൽ ഞാൻ ഡാൻസ് പഠിച്ചോളാം. ലാലേട്ടൻ സിനിമ പറഞ്ഞില്ലേ, ഞാൻ കരാട്ട പഠിച്ചില്ല, ഗുൾഫ് പഠിച്ചില്ല, അറിയുന്ന നല്ല നാടൻ തല്ലാറില്ല. അതായത് നമ്മളെ സ്ഥിതി. നമ്മൾ മാക്സിമം ശ്രമിക്കും എന്ന് വെച്ചിട്ട് വളരെ ബോറായിട്ട് അങ്ങനത്തെ സാധനമൊന്നും ഞാൻ ചെയ്യാറില്ല. ആക്ട്രസിന്റെ പൊതുവെ അഭിപ്രായം. അല്ല, ചില ഡാൻസ് കളിക്കാത്ത ആള് കളിച്ചാൽ ബോറായിട്ട് തോന്നും. പക്ഷെ അമിത ബോറായിട്ട് തോന്നാത്ത രീതിയിൽ കളിക്കാറുണ്ട്. അല്ല, അങ്ങനെ ഇതിനു വേണ്ടിട്ട് പ്രത്യേകിച്ച് റീലിന് വേണ്ടി എന്തെങ്കിലും പ്രാക്ടീസ് ഒക്കെ ചെയ്യാം? അങ്ങനെ നമ്മളിപ്പോ സിനിമയിലെ പാട്ടല്ലേ റീലിൽ നമ്മൾ ഡാൻസ് ചെയ്യാം. അപ്പൊ അവര് ചെയ്ത സ്റ്റെപ്പ് നമ്മൾ നോക്കും. അതേപോലെ ഏകദേശം ശ്രമിക്കാറുണ്ട്. ശ്രമങ്ങൾ മുന്നോട്ട് പോകും ഇനിയും. അപ്പൊ ദാസേട്ടാ, ഈ ഒരു ഇങ്ങനത്തെ വീഡിയോകളൊക്കെ കാണുമ്പോഴേ ഇപ്പം ആളുകളുടെ ഒരു മനോഭാവം എന്താണ്?
എങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ? അതായത് കുറച്ച് റൊമാൻറ്റിക്കിനേക്കാൾ ഒരു കുറച്ചൊന്നും ഓവറാണല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വീട്ടുകാരുടെ, നാട്ടുകാരുടെ, ഇവരുടെ ഒക്കെ ഒരു നിലപാടും ഇവരുടെ ഒരു മനോഭാവവും. അതായത് ഇങ്ങനത്തെ റൊമാൻറ്റിക് വീഡിയോസിന് കൂടാതെ ഞാൻ കണ്ടന്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം ആൾക്കാരെ കാണാറുള്ളൂ. റൊമാൻറ്റിക് വീഡിയോസും നല്ല നല്ല റൊമാൻറ്റിക് വീഡിയോസ് മേലോട്ട് കയറാറുണ്ട്. അത് നമ്മൾ സോഷ്യൽ മീഡിയയുടെ മൊത്തം ഒരു കുഴപ്പമാണ്. നെഗറ്റിവിറ്റി സാധനങ്ങൾ മാക്സിമം സോഷ്യൽ മീഡിയ ഹൈപ്പ് കൊടുക്കും. ഞാൻ എന്നുള്ളതല്ല, എനിബഡി ആര് ചെയ്താലും ഏതൊരാൾ അക്കൗണ്ട് എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും. നെഗറ്റിവിറ്റി ഉള്ള റീൽസ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് വരും. അത് മാത്രമല്ല സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാൻ പറ്റും, നെഗറ്റിവിറ്റി ഹൈപ്പ് കയറിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി പിടിച്ച് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ധാരാളം ആൾക്കാരുണ്ട്. ലേഡീസും ഉണ്ട്, ജെൻസും ഉണ്ട്. ആ പേരൊന്നും എടുത്ത് പറയുന്നൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് സിനിമ അതുപോലെ തന്നെ അതിൽ താല്പര്യമുള്ള, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന റീലുകൾ എടുത്ത് നോക്കിയാൽ കാണാം, റൊമാൻറ്റിക് റീല് റീക്രിയേഷനാണ് ചെയ്യാറ്. അല്ലാതെ വെറുതെ ഒരു പാട്ട് വെച്ചിട്ട് കട്ടുമ്പോൾ കിടന്ന് മറിയുന്നല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ റീക്രിയേഷനാണ് ചെയ്യുന്നത്. അത് അതേപോലെ അനുകരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് എന്താ, എൻ്റെ വൈഫിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൾ നല്ല രസതന്ത്രത്തിൽ റീക്രിയേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്, ചാന്തോട്ട് റീക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അതേപോലെ പിടിച്ചിട്ടാണ് ചെയ്തത്. എൻ്റെ വൈഫിന് അറിയാം ഞാനൊരു ആക്ടറാണെന്ന് അറിയാം. അതുപോലെ തന്നെ സിനിമയും കാര്യങ്ങളും പോകുന്ന ആളാണെന്ന് അറിയാം. സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പെങ്ങളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കാമുകിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ഞാൻ ചെയ്തൊരു ആൽബം കാണാം, കള്ളക്കറുമ്പി. അടിപൊളി ആൽബമാണത്, നല്ല വ്യൂസ് ഉള്ള ആൽബമാണത്. എത്ര നാട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ നല്ല ഷെയർ ചെയ്ത ആൽബമാണ്. എന്നെ സംബന്ധിച്ച് റൊമാൻറ്റിക് വീഡിയോസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഒരു മോശക്കൂടി എനിക്ക് തോന്നിയിട്ടില്ല, എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഞാൻ അതിന് പറയുന്നത് നാട്ടുകാരായാലും വീട്ടുകാരായാലും ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരെ ആരും അങ്ങനെ പറഞ്ഞു. പക്ഷേ ഞാൻ ലിമിറ്റ് കഴിഞ്ഞാൽ അപ്പുറത്തെ ഞാൻ മോശം തരം ചെയ്തിട്ടില്ല എന്ന വിശ്വാസം എനിക്കുണ്ട്. ഒരു ലിമിറ്റ് കഴിഞ്ഞ മോശം ഞാനൊന്നും ചെയ്തിട്ടില്ല, എവിടെയും ചെയ്തിട്ടില്ല. റിക്രേഷൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ചില ആൾക്കാർക്ക് കുരു പൊട്ടുന്നൊരു പൊട്ടട്ടെ, അല്ലാപ്പം എന്താ പറയേണ്ടത്? മോക്ക് കുരു പൊട്ടിയോ? ഇല്ലല്ലോ, എന്നാ കുഴപ്പമില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നല്ലോ. ചില ആൾക്കാർ, ചില ആണുങ്ങൾ കുറേ സുഹൃത്തുക്കൾ റീൽസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർ നോക്കുമ്പോൾ ഇയാൾ കണ്ടില്ലേ രാവിലെ ഒരു റീൽ ഒരു പെണ്ണിന്, അപ്പോൾ ഒരു കുരു പൊട്ടും, സ്വാഭാവികമാണ്, അസൂയ വരും. ഒരാൾ എൻ്റെ കമൻറ്റിൽ വന്നിട്ട് കുറേ ചീത്തയ്ക്ക് വിളിക്കും. അപ്പം ഞാൻ അധികം മൈൻഡ് ചെയ്യാറില്ല. ഞാൻ പോയി നോക്കി, ഇയാൾ അക്കൗണ്ട് കയറി നോക്കിയ സമയത്ത് ഇയാളെ മെസ്സേജ്, എൻ്റെ ഇൻബോക്സ് എടുത്ത് നോക്കിയ സമയത്ത് ഇയാൾ എനിക്ക് ധാരാളം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ദാസേട്ടാ സുഖല്ലേ, ദാസേട്ടാ എപ്പോഴാണ് കാണാം, കുറേ മെസ്സേജ്. ഞാൻ ചിലപ്പോൾ അയാളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടുള്ള വിഷമം അയാളോട് പ്രകടിപ്പിച്ചായിരിക്കും. ഞാൻ അവിടെ പോയി, ബ്രോ സുഖമായിരിക്കുന്നു ബ്രോ, എന്തൊക്കെ വിശേഷം, വീഡിയോസൊക്കെ അടിപൊളിയാ ബ്രോ. ഞാൻ ആളെ കയറി ചീത്ത പറയാനല്ല അവിടെ ശ്രമിച്ചത്. ഇൻബോക്സ് കയറിയിട്ട് അയാൾക്ക് നല്ല രീതിയിൽ മറുപടി കൊടുത്തു. അത് ഹാപ്പിയായി. അതിനോട് പറഞ്ഞത് ദാസേട്ടൻ മെസ്സേജ് ഇട്ട സന്തോഷമാണ് ദാസേട്ടാ, അതിന് വേണ്ടിയിട്ട് ഞാനാണ് നെഗറ്റീവ് കമൻറ്റ് ഇട്ടത്. ഇതൊരു അനുഭവമല്ലേ എനിക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു തന്നത്, എന്നോട് അത്രയും വിദ്വേഷമുള്ള ആൾക്കാരൊന്നല്ല നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, നമ്മളൊന്നും മൈൻഡ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അതൊക്കെ ഒരു ഘടകങ്ങളാണ്. അതായത് ദാസേട്ടൻ കോഴിക്കോട് റൊമാൻറ്റിക് റീൽ ചെയ്തിട്ട് ഒരേ ആളുകൾ എന്നെ ചീത്ത പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ചീത്ത പറഞ്ഞ ആ സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല അല്ലേ. സിനിമകൾ റൊമാൻറ്റിക് സീൻ കാണുമ്പോൾ ആരും ചീത്ത പറയും? മോഹൻലാലിനെയും മമ്മൂക്കാനെയും ദിലീപനാരും ഒന്നും പറയില്ലോ. പിന്നെ രണ്ടായി കാണുന്ന എന്തിനാ?